ഹേയ് ഗായ്സ് വെൽക്കം ബാക്ക് എഗെയിൻ എന്ന് പറയാൻ പറ്റില്ല. കുറേ നാൾക്ക് ശേഷം നമ്മളിന്നൊരു ലോങ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതിന് പുറകിൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. അത് ഞാൻ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. ഒരു സ്കിൻ കെയർ തന്നെയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്തിട്ട് വാങ്ങിയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ റിവ്യൂ ചെയ്തിട്ടുള്ള ഒരു സാധനം ഇന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ്. ആക്ച്വലി ഇന്നലെ രാത്രി ഞാൻ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, കയ്യിൻ്റെ ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കി. രാത്രി ആയതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പകൽ വെളിച്ചത്തിൽ നമുക്കിന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താ ബാക്ക്ഗ്രൗണ്ടിൽ കാട് എന്നല്ലേ? യെസ്, ഞാനിപ്പോൾ നമ്മുടെ മുറ്റത്ത് നിന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരാൾ കുളിച്ച് വെയിൽ കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ പൂച്ചക്കുട്ടിയില്ലേ കുഞ്ഞി, ആളവിടെ ഇരിക്കുന്നുണ്ട്, കണ്ണ് വെട്ടി ചോടിക്കളയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാവൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തന്നെ അങ്ങോട്ടേക്ക് വീഡിയോ എടുക്കാമെന്നുള്ളത്. നല്ല വെളിച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ, അതായത് പുതിയ റീസ്റ്റാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ, 2026 ആദ്യത്തെ ലോങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അഗെയിൻ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിലേക്ക് പുതിയ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ആക്ച്വലി ഞാൻ നെയിം ഈറ്റിംഗ് ചാലഞ്ച് വീഡിയോയിൽ കുടുക്കി പോവോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നിരുന്നു കേട്ടോ. ഇല്ല, നെയിം ഈറ്റിംഗ് ചാലഞ്ച് നമുക്ക് ഇനിയും ചെയ്യാം. അതേപോലെ തന്നെ ലോങ് വീഡിയോസും ഇതേപോലെ ചെയ്യാം. ഇനിയിപ്പോൾ കണ്ടിന്യൂസ്ലി മൊത്തത്തിലൊന്ന് അടിമുടി ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി ഒന്ന് റെഡി ആവണം. കാരണം ഒരു പ്രത്യേക ഒരു സംഭവം വരുന്നുണ്ട്, അതിലേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട് പോവാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആക്ച്വലി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ഈ ഒരു സാധനമാണ് കേട്ടോ. അറിയാലോ, നമ്മുടെ സാൻഫെയുടെ കേസർ ഇൻസ്റ്റൻറ്റ് ഗ്ലോ എന്ന് പറയുന്ന ഒരു ഐറ്റമാണിത്. ഇതൊരു എക്സ്ഫോളിയേറ്റിംഗ് ജെല്ലും കൂടിയാണ് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഡീറ്റാൻ ആൻഡ് ബ്രൈറ്റനിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഇന്നലെ ഇവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് എന്തായാലും നമ്മൾ നടത്തണമല്ലോ. അപ്പോൾ അതും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് 100 ഗ്രാം പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാൻഫിയുടെ കേസർ ഇൻസ്റ്റൻറ്റ് ഗ്ലോ എക്സ്ഫോളിയേറ്റിംഗ് ഡീറ്റാൻ ആൻഡ് എക്സ്ഫോളിയേറ്റിംഗ് ജെല്ല് കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ പറയുന്നത്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാനൊക്കെ ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിൻ്റെ മേലെ കൊടുത്തത് 399 രൂപയാണ് കേട്ടോ. എടുത്തിട്ടുള്ളത് കേസറിൻ്റെ ആണ്, അതുകൊണ്ടാണ് ഈ ഒരു യെല്ലോ കളർ വന്നിട്ടുള്ളത്. ഇതിൻ്റെ തന്നെ വേറെ ഒരു ടൈപ്പും കൂടി ഉണ്ട് കേട്ടോ. ആസ് യൂഷ്വൽ എല്ലാ പ്രൊഡക്ട്സിലും പറയുന്നത് പോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക, ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു മൾട്ടി ആക്ഷൻ AHA, അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിങ്ങനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് തന്നെ സ്കിന്ന്, അത് ഡെഡ് സ്കിന്നും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും അത് നമുക്ക് പെട്ടെന്ന് തന്നെ വിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഡെഡ് സ്കിന്ന് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് അത് റിമൂവ് ആയി പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നത് ഡയറക്റ്റ് ടു യൂസ്, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പ്രൊഡക്റ്റ് എന്നല്ല ഏതൊരു പ്രൊഡക്റ്റും യൂസ് ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ ബാക്കിലുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും വായിച്ചു നോക്കണേ. ഓക്കെ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരു ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യാനും എല്ലാം പറയുന്നുണ്ട് കേട്ടോ. കണ്ണിലാവാതെ സൂക്ഷിക്കാനും പറയുന്നുണ്ട്. പിന്നെ ഇത് എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ള കാര്യം, ടെമ്പറേച്ചർ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ കൊടുക്കാം, വേറെ തന്നെ വീഡിയോ കൊടുക്കാം കേട്ടോ. ഇതിന് എത്ര രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ ആ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൈ കണ്ടോ, ഇതാണ് എൻ്റെ കൈ. ടാൻ ഉണ്ടോയെന്ന് വെച്ചാൽ യെസ് ഓഫ് കോഴ്സ് ടാൻ ഉണ്ടാകുമല്ലോ. കണ്ടോ, രണ്ട് കൈയും, ഇതാണ് എൻ്റെ രണ്ട് കൈയിൻ്റെ അവസ്ഥ. അപ്പോൾ നമുക്ക് എൻ്റെ ലെഫ്റ്റ് ഹാൻഡിലാണ് ഞാനിപ്പോൾ ഇത് ഇടാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഡിഫറൻസ് ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു, നോക്കാം. ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നമ്മുടെ കേസറിൻ്റെ സ്മെല്ലില്ലേ, അത് തന്നെ സംഭവം. എൻ്റെ നല്ല അടിപൊളി കുങ്കുമത്തിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നത് എന്താ വെച്ചാൽ ഇവിടെ സിമ്പുണ്ട്, എണ്ണ വെട്ടിച്ചങ്ങ് ഓടിക്കളയും. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് കയ്യിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. ഓക്കെ ഗൈസ്, ഇത് കയ്യിലാക്കുമ്പോൾ നല്ലൊരു കൂളിംഗ് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ.
നനയ്ക്കണമെന്നൊന്നുമില്ല. ആക്ച്വലി ഇത് വെക്കാനുള്ള സ്ഥലമില്ല ഗൈസ്. നമ്മളിത് ബോഡിയിൽ അല്ലെങ്കിൽ ഫേസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല കൂളിംഗ് ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ഡെഡ് സെല്ലും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി പോയിക്കോളൂ കേട്ടോ. കുറച്ചുകൂടി എടുക്കാം. ഓക്കെ ഗൈസ്, ഇത് നമുക്ക് കുറച്ചുകൂടി എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, സ്കിന്നിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റൂല കേട്ടോ, എന്തെങ്കിലും തരി തരി പോലെയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന്. നല്ല മണം വരുന്നുണ്ട് ഗൈസ്, കണ്ടോ? നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് കളറ് കണ്ടോ സംഭവം, ഒരു തരി 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 പോലെ, അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യണം. എന്താണ് ഗൈസ്, കണ്ടോ? ആ വൈറ്റ് കളറിലെ സാധനം ഞാനിങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിനനുസരിച്ച് കളറ് മാറി മാറി വരുന്നുണ്ട് കേട്ടോ. നോക്കാം. ഇത് ചീറാണോ ഗൈസ്? ഇതിൽ ഗ്രാന്യൂൾസ് പോലെയോ അങ്ങനെ ഒന്നും നമുക്ക് സ്കിന്നിൽ അറിയാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതിനനുസരിച്ച് ആ ജെല്ലിൽ ഒരു വൈറ്റ് കളർ ഒരു സാധനം ഉണ്ടാവും. നിറം മാറി ഗൈസ്, കണ്ടോ? ആക്ച്വലി ഇതിൽ തരി ഒന്നുമില്ല. പക്ഷേ എന്താ സംഭവിച്ചാൽ നമ്മൾ പാൽപ്പാടയൊക്കെ എടുത്ത് മാറ്റൂലേ, അതേമാതിരത്തെ ഒരു സാധനമാണ് ഈ ജെല്ല് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ആയി മാറുന്നത്. പിന്നെ അതിൻ്റെ നിറം മാറും, ഒരു ബ്ലാക്ക് കളറിലേക്ക് ആയി മാറും. അതായത് നമ്മുടെ സ്കിന്നിലെ ഡേർട്ടും കാര്യങ്ങളൊക്കെ ആണെന്നാണ് പറയുന്നത്. കേസറിൻ്റെ മണവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് തന്നെ. അപ്പോൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക, നമുക്ക് നല്ലൊരു റിസൾട്ട് ഇതിലൂടെ തന്നെ കിട്ടും എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ സ്കിന്നിലെ ചെയറാണ് അഴുക്കാണ് ആ പോയതെന്ന് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ടേക്ക് വിശ്വാസമേ വരുന്നില്ലായിരുന്നു ഗൈസ്. പക്ഷേ ഞാൻ വിശ്വസിക്കേണ്ടി വന്നു. വേദനയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ വെച്ചിട്ട് അരിപ്പൊടി അങ്ങനെയൊക്കെ വെച്ച് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റുമല്ലേ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, ഒരു സംഭവം തോന്നുന്നില്ല, ഒരു ജെല്ല് പോലെ തോന്നുന്നുണ്ട്. ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സംഭവമല്ലേ, തരി 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 എന്നും പറയാൻ പറ്റില്ല, എന്താ ഇപ്പോൾ പറയുക, നമ്മുടെ പാലൊക്കെ ഇതാകുമല്ലോ, കട്ടയാകൂലേ, ഈ തൈരൊക്കെ ആക്കിയെടുക്കുന്ന ആ ഒരു സംഭവം, അതേപോലെ വേറെ ഒന്നുമില്ല. നല്ല മണമുണ്ട് കേട്ടോ കേസറിൻ്റെ. ഓക്കെ, ഇതാണ് സംഭവം. അത് അബ്സോർബ് ആയി പോയി കേട്ടോ സ്കിന്നിൽ, ആ ഒരു ജെല്ലിൻ്റെ. ഇത് കഴുകണോ നോക്കി നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് വെള്ളം വെച്ചിട്ടൊന്ന് കഴുകി കൂടി നോക്കട്ടെ കേട്ടോ, എന്നിട്ട് നോക്കാം എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ കൈ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ കയ്യിലാണ് നമ്മളത് യൂസ് ചെയ്തിട്ടുള്ളത്, ഈ കയ്യിൽ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? എനിക്കൊരു പൊടിക്ക്, ഒരു ചെറിയൊരു പൊടിക്ക് ഒന്ന് ലൈറ്റ് ആയതുപോലെ, ഈ സ്കിന്ന് കുറച്ചൊന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട് ഇങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ എൻ്റെ തോന്നുന്നുണ്ടോ? അല്ല, ഒരു പൊടിക്ക് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ കൈ, എൻ്റെ കൈ ഇങ്ങനെ ആക്കാം, ചെറുതായിട്ടൊന്ന് ഒന്ന് ബ്രൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യേണ്ടി വരുമായിരിക്കും, അപ്പോൾ കുറച്ചുകൂടി എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുമായിരിക്കും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാനത് പറയാം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് ഫേസിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ എല്ലാവരും. ഞാനിപ്പോൾ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല, ഫേസിലിപ്പോൾ അങ്ങനെ വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല. വേണമെങ്കിൽ കഴുത്തിലൊന്ന് യൂസ് ചെയ്ത് നോക്കാം. നമുക്ക് എന്താ പറയുക, കാലിൻ്റെ മേലെ ടാനായിട്ട് കിടക്കുന്ന ഏരിയസിലൊക്കെ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. ഇന്നലെ ഞാൻ ചെയ്ത് നോക്കിയത് ഈ ഭാഗത്തായിരുന്നു കേട്ടോ, ഈ എൻ്റെ റൈറ്റ് ഹാൻഡ്, ഇതെൻ്റെ റൈറ്റാണേ, റൈറ്റ് ഹാൻഡിൻ്റെ ഈ ഒരു മടക്ക് വരുന്ന ഭാഗത്തില്ലേ, ഇവിടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ടായിരുന്നു. പിന്നെ രാത്രി ആയപ്പോൾ എനിക്ക് അത്ര അങ്ങോട്ട് മനസ്സിലായില്ല. ഓക്കെ, ഏതായാലും ഈ കയ്യിലിട്ടല്ല, അപ്പോൾ ഞാൻ ഈ കയ്യിലും കൂടി ഒന്ന് ഇടാം കേട്ടോ ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അടുത്ത കയ്യിലും കൂടി ഇട്ട് കൊടുക്കുകയാണേ. ഒരു കയ്യിൽ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ, ഇനി നമുക്ക് നോക്കാം എന്താണ് റിസൾട്ട് ഉണ്ടാവണമെന്നുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിൽ മൾട്ടി ആക്ഷൻ AHA സെല്ലുലോസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആവാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് തന്നെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അതായത് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് നമുക്ക് കിട്ടുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ അതേപോലെ പോഴ്സിനെ അൺക്ലോഗ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റം. പിന്നെ ഇതിൽ നിർബന്ധമായിട്ട് പറയുന്നത് ഷുഗർ പേഷ്യൻസും അതേപോലെ സ്കിന്നിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളും യൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കഴുകട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഞാനിതാ കൈ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ 2 കയ്യിലും ഇട്ടിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? ഇപ്പോൾ 2 കയ്യിലും ഇട്ടതും
ഒരു കയ്യിലിട്ടപ്പോഴും ഉള്ളത്. എനിക്ക് ഒരു പൊടിക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ, അതേപോലെ ഒരു പൊടിക്ക് മാത്രം ഒന്ന് ഒരു ഷെയ്ഡ് ഒന്ന് ലൈറ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ, ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്യുകയാണെങ്കിൽ, അതായത് പുറത്തൊക്കെ പോയി വന്നിട്ട് വെയിലൊക്കെ കൊണ്ടിട്ടുണ്ടെങ്കിൽ കയ്യിലോ കാലിലോ എവിടെയാണോ ആ ഭാഗത്തൊന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വിസിബിളായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും കേട്ടോ. കണ്ടിന്യൂസ്ലി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ്. അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു സാൻഫിയുടെ കേസർ ഇൻസ്റ്റൻറ്റ് ഗ്ലോ എക്സ്ഫോളിയേറ്റിംഗ് ജെല്ലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഫുൾ ഡീറ്റെയിൽസും ഇതിൻ്റെ പ്രൈസും എവിടുന്നാണ് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ സ്ക്രീനിലൊക്കെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള ഒരുപാട് സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇനി വഴിയേ വരുന്നുണ്ട്. പിന്നെ എന്താണ് ആ സ്പെഷ്യൽ പരിപാടി എന്നും കൂടി എപ്പോഴെങ്കിലും ഞാൻ പറയാം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.